15 സീറ്റ് എന്നാണ് പ്രതീക്ഷ കേരളത്തിൽ. അതിൽ മുകളിൽ പോയാലേ ഉള്ളൂ. എന്തായാലും തിരുവനന്തപുരത്ത് മിനിമം 3. പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചത് ഈ വരുന്ന ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തുറ്റ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വളരെ നല്ല ആവേശോജ്വലമായ ഒരു പ്രകടനമായിരുന്നു. നമ്മള് പേരൂർക്കടയിൽ നിന്ന് ഇതുവരെ മ്യൂസിയം ജംഗ്ഷൻ വരെ വാഹനത്തിലും അതിനുശേഷം കാൽനടയായും ഇവിടെ എത്തി. വലിയ ജനക്കൂട്ടം ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രവർത്തകർ മാത്രമല്ല, നാട്ടുകാരും കൂടെ ഒപ്പം കൂടി എന്നതാണ് അതിന്റെ പ്രത്യേകത. ഞങ്ങളുടെ കൂടെ വന്ന മാധ്യമ പ്രവർത്തകർ അത് ശ്രദ്ധിച്ചു കാണും. വഴിനീളെ ഒരുപാട് ജനങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സ്വീകരണം നൽകി, ഇങ്ങനെ കൈയൊക്കെ വീശി കാണിച്ച് വളരെ നല്ല ഒരു പ്രതികരണമാണ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. എൻ്റെ ആത്മവിശ്വാസം, ഭാരതീയ ജനതാ പാർട്ടിയുടെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇക്കുറി എന്തായാലും 15 സീറ്റ് എന്നാണ് പ്രതീക്ഷ കേരളത്തിൽ. അതിൽ മുകളിൽ പോയാലേ ഉള്ളൂ. എന്തായാലും തിരുവനന്തപുരത്ത് മിനിമം 3, തിരുവനന്തപുരം സിറ്റിയിലെ കോർപ്പറേഷൻ അതിർത്തിയിലെ മിനിമം 3 അല്ലെങ്കിൽ മുഴുവനും 4 ഞങ്ങൾ തന്നെ പിടിച്ചെടുക്കും. നല്ല സ്ഥാനാർത്ഥികളാണ് നിൽക്കുന്നത്. ജനങ്ങൾക്ക് വളരെയധികം അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാവരും മടുത്തു, ഇടതും വലതും മടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ ഹൃദയ മന്ത്രം തന്നെ അതാണ്, മാറാത്തത് മാറും, കേരളം ഇനി വളരണം എന്നുള്ള ഒരു മന്ത്രത്തിൽ ഞങ്ങളും അതിനോടൊപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാവണം. വളരെ നന്ദിയുണ്ട് മാധ്യമ പ്രവർത്തകരോട് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതിന്. താങ്ക് യു. All the best. Thank you. All the best. Oh, thank you. Thank you. Yeah.